വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കായുള്ള ലൈസൻസ് അദാലത്ത് നടന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി 500-ൽ പരം വ്യാപാര സ്ഥാപനങ്ങളാണ് ഉള്ളത്. പല കാരണങ്ങളാൽ ലൈസൻസ് ലഭിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ലൈസൻസ് അദാലത്ത് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച അദാലത്ത് വൈകുന്നേരം വരെ നടന്നു. ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇവിടുത്തെ കച്ചവടക്കാർ വലിയ തോതിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു നീട്ടുന്നില്ല, നമുക്കെല്ലാം അറിയാം. പലപ്പോഴായിട്ട് വിളിച്ച് ചർച്ചകളൊക്കെ ചെയ്ത് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് അപ്പോൾ നമ്മളുടെ വ്യാപാരികളുടെ സൗകര്യാർത്ഥം ലൈസൻസ് അദാലത്ത് സംഘടിപ്പിക്കണമെന്നുള്ള സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അപ്പോൾ അത് ഭരണസമിതി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സേവനം നൽകുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ സംഘടനകൾ പൂർണ്ണമായിട്ട് അതിൽ സഹകരിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായയിൽപ്പെട്ട എല്ലാ ആൾക്കാരും അത് ലൈസൻസ് ലഭിക്കാത്തവർ രേഖകളുമായിട്ട് വന്നാൽ അപ്പോൾ തന്നെ ഫീസ് അടച്ച് പരമാവധി അന്നോ തൊട്ടടുത്ത ദിവസമോ ലൈസൻസ് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ്, വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് ജയകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് വ്യാപാരികൾക്ക് ആവശ്യമായ സഹായങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറും ഏർപ്പെടുത്തിയിരുന്നു. ലൈസൻസ് അദാലത്തിൽ നിരവധി വ്യാപാരികളാണ് പങ്കെടുത്തിരുന്നതും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.